الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സൂറത്ത് തൗബയിലെ 81, 82 സൂക്തങ്ങളാണ് ഇൻഷാഅല്ലാഹ്. أعوذ بالله من الشيطان الرجيم. فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون. ഫരിഹൽ മുഖല്ലഫൂന, പിന്തി നിന്നവർ സന്തോഷിച്ചു. ബി മഖ്അദിഹിം, അവരുടെ ഇരിപ്പിടം കൊണ്ട്, അവരുടെ ഇരുത്തം കൊണ്ട്. ഖിലാഫ റസൂലില്ലാഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരിൽ. വകരിഹു, അവർ വെറുത്തു. അൻ യുജാഹിദു, അവർ ജിഹാദ് ചെയ്യുന്നതിനെ, പോരാടുന്നതിനെ. ബി അംവാലിഹിം, അവരുടെ മുതലുകൾ കൊണ്ടും. അംഫുസിഹിം, അവരുടെ ദേഹങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ജീവനുകൾ കൊണ്ടും. ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. വഖാലു, അവർ പറഞ്ഞു. ലാ തൻഫിറു, നിങ്ങൾ പുറപ്പെട്ടു പോകരുത്. ഫിൽ ഹർരി, ചൂടിൽ. ഖുൽ, നബി അങ്ങ് അവരോട് പറയുക. നാറു ജഹന്നമ അശദ്ദു ഹർറ, നാറു ജഹന്നം, നരകത്തിൻ്റെ തീയ്. അശദ്ദു, ഏറ്റവും കഠിനമാണ്. ഹർറൻ, ചൂടിനാൽ. ലൗ കാനു യഫ്ഖഹൂൻ, അവർ കാര്യങ്ങൾ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ. ഫൽയദ്ഹകൂ ഖലീല, ആയതിനാൽ അവർ അല്പം മാത്രം ചിരിക്കട്ടെ. വൽയബ്കൂ കസീറൻ, ധാരാളമായി കരഞ്ഞുകൊള്ളട്ടെ. ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, അവർ നേടിയതിൻ്റെ ഫലമായിട്ട്, അവർ സമ്പാദിച്ചതിൻ്റെ ഫലമായിട്ട്. ഒന്നുകൂടി അർത്ഥം പറയും. ഫരിഹൽ മുഖല്ലഫൂന, ഫറഹ് എന്ന സന്തോഷമാണ് ഫറഹ്. അത് ഫറഹ് എന്നായിപ്പോയാലോ ഖ എന്നായിപ്പോയാലോ, ഹാന് പുള്ളി വീണാൽ അപ്പോൾ അത് പക്ഷിക്കുഞ്ഞ് എന്നാവും, പക്ഷിക്കുട്ടിക്കാണത്. പക്ഷികളെ ചിറകൊന്നും വന്നിട്ടില്ലാത്ത പക്ഷിയുടെ കുട്ടിക്ക് ഫറഹ് എന്ന് പറയും. അപ്പോൾ ഫരിഹ, അക്ഷരങ്ങൾ ഓതുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന് പറയാം. ഫരിഹൽ മുഖല്ലഫൂന, ഖല്ലഫ, പിന്തി നിന്നു, മാറി നിന്നു, വിട്ടു നിന്നു. മുഖല്ലഫ് പറഞ്ഞാൽ അങ്ങനെ വിട്ടു നിന്ന ആൾക്കാരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെടാതെ പിന്തി നിന്ന ആളുകൾ, അവർ സന്തോഷിക്കുന്നു. ബി മഖ്അദിഹിം, മഖ്അദ് പറഞ്ഞ ബെഞ്ച് എന്നാണല്ലോ അർത്ഥം. മഖ്അദ്, ഇരിക്കുന്ന സ്ഥലത്തിന് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അറബി പഠിച്ചവർക്ക് അറിയാമല്ലോ. മഖ്അദ്, ഖഅദ ഇരുന്നു. സാധാരണഗതിയിൽ ഒരു യുദ്ധയാത്രയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു കർമ്മത്തെ സംബന്ധിച്ചോ ഒക്കെ പറയുമ്പോൾ അവർ ഖഅദ, ഖുഊദായി അല്ലെങ്കിൽ മഖ്അദ് എന്നൊക്കെ പറഞ്ഞാൽ അലസരായിരുന്നു എന്നാണ്. അപ്പോൾ അവരുടെ അലസത കൊണ്ട്, ഫരിഹൽ മുഖല്ലഫൂന ബി മഖ്അദിഹിം, അവരുടെ ആ ഇരിപ്പ് കൊണ്ട് അവർ സന്തുഷ്ടരായി. യുദ്ധത്തിന് പോകാതെ മാറി നിന്നതിൽ സന്തോഷിക്കണം. അള്ളാൻ്റെ മാർഗത്തിൽ പുറപ്പെടാൻ ഒരവസരം കിട്ടിയിട്ട് അതിൽ നിന്ന് മാറി നിന്നു എന്നുള്ളത് അവരെ സന്തോഷിപ്പിക്കുന്നു. പോകാതിരുന്നത് തന്നെ നന്നായത്. പോയാലൊക്കെ അപ്പോൾ തന്നെ കുഴങ്ങിക്കണം. ഇപ്പം നമ്മൾ പോകാതിരുന്നത് വലിയ സൂത്രമായി, വലിയ തന്ത്രമായി, വലിയ സാമർഥ്യമായി എന്നൊക്കെ വിചാരിച്ച് സന്തോഷിക്കുക. ഖിലാഫ റസൂലില്ല, റസൂലിനെതിരിലാണല്ലോ അവർ ഈ നിലപാട് സ്വീകരിച്ചത്. യുദ്ധത്തിന് പോകാതിരുന്നു എന്ന നിലപാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്കെതിരിലാണ്. അതാണ് ഖിലാഫ റസൂലില്ലാഹി. ചില പണ്ഡിതന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ യുദ്ധത്തിന് പുറപ്പെടാതെ മാറി നിന്നതിൽ, അലസരായിരുന്നതിൽ അവർ സന്തുഷ്ടരാകുന്നു. രണ്ടു പറഞ്ഞാലും ആശയം ഒന്ന് തന്നെയാണ്. വകരിഹു, അവർ വെറുത്തു, യുജാഹിദു പോരാടുന്നതിന്, ബി അംവാലിഹി മുതലുകൾ കൊണ്ട്, വംഫുസിഹിം ദേഹങ്ങൾ കൊണ്ട്. മുതൽ അള്ളാഹിൻ്റെ മാർഗത്തിലൂടെ ഇറക്കുക എന്ന് പറഞ്ഞത് മുനാഫിക്കീങ്ങൾക്ക് വലിയ പ്രയാസമാണ്. സമ്പന്നർക്കാണ് അത് കൂടുതലുണ്ടാവുക. മുനാഫിക്കീങ്ങൾ ഭൗതികമായ താല്പര്യമാണ് അവരുടെ നിലപാടിന് കാരണം. അവരുടെ ഭൗതികമായ താല്പര്യമാണ്, അവരുടെ സമ്പത്താണ്, അവരുടെ സൗകര്യങ്ങളാണ്. അതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോവുക, അതിൽ നഷ്ടം വരുത്തുക എന്നുള്ളത് അവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയാത്ത സമ്പത്തൊന്നും അവർക്കുണ്ടാവില്ല. ഈമാനും പിശുക്കും കൂടിച്ചേരൂല, രണ്ട് യോജിക്കൂല. മൂമിനുകൾക്ക് പിശുക്കനാകാൻ പറ്റില്ല, പിശുക്കന്മാർക്ക് പൂർണ്ണമായി മൂമിനാകാനും കഴിയില്ല. അപ്പോൾ മൂമിനുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹ് തന്നു തന്നെയാണ്, അള്ളാഹ്ക്ക് വേണ്ടിയുള്ളത് തന്നെയാണ്. എന്തായിരുന്നാലും അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയേണ്ടതു തന്നെയാണ്. എന്നാൽ മുനാഫിഖീങ്ങളോ കരിഹ വെറുക്കുക. അപ്പോൾ കരിഹു, അവർ വെറുത്തു, യുജാഹിദു പോരാടുന്നതിൽ. ഇവിടെ ഏതാണ് പോരാട്ടം? ഇവിടെ തബൂക്ക് യുദ്ധത്തിലുള്ള പുറപ്പാടാണ്. അവിടെ വലിയ പോരാട്ടമൊന്നും നടന്നിട്ടില്ല. ഇവിടുന്ന് തബൂക്കിലെത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ജിഹാദാണ്. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്, അതികഠിനമായ ചൂടാണ്, ഈത്തപ്പഴം വിളവെടുക്കുന്ന കാലമാണ്. അപ്പോൾ വിളവ് അല്ലെങ്കിൽ തന്നെ കമ്മിയാണ്. ഇത് വിളവെടുക്കാൻ പറ്റാതെ പോയാലോ അതും വലിയ ദാരിദ്ര്യത്തിന് കാരണമാകും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് മുനാഫിഖീങ്ങൾ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്നു. അതാണ് കരിഹു യുജാഹിദു ബി അംവാലിഹിം, അവരുടെ മുതലുകൾ കൊണ്ട് പോരാടുന്നതിന് അവർ വെറുത്തു. അംഫുസിഹിം, അവരുടെ ജീവനുകളെ കൊണ്ടും. ഇവിടെ നിന്ന് 600-700 കിലോമീറ്ററോളം സഞ്ചരിക്കണം എന്ന് പറഞ്ഞാൽ തടിയൊന്നും മെരുങ്ങിക്കിട്ടണതിന് സാധാരണഗതിയിൽ ആരെക്കൊണ്ടും സാധ്യമല്ല. വാഹനമുണ്ടെങ്കിൽ പോലും സാധ്യമാകാത്ത, എന്നാലും വിശ്വാസികൾ അതിന് പുറപ്പെടുകയാണ്. അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ ദൂതൻ കൽപ്പിച്ചതാണ്, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധ്യമല്ല. വരുന്ന നഷ്ടങ്ങളൊക്കെ ആ വിഷയത്തിൽ സഹിക്കും. സന്തോഷത്തോടുകൂടി ജീവനും മുതലും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കും. അതാണ് വിശ്വാസികളുടെ നിലപാട്. വഖാലു, എന്നിട്ട് മുനാഫിഖീകൾ എന്താ പറഞ്ഞത്? ലാ തംഫിറു ഫിൽ ഹർരി, ഹർറന ചൂട്. ഇങ്ങനെയുള്ള ചൂട് കാലത്ത് നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടു പോകരുത്. നഫറാന ദൗത്യത്തിന് പുറപ്പെടുക എന്ന. ലാ തംഫിറു, നിങ്ങൾ ആ ദൗത്യത്തിന് വേണ്ടി പുറപ്പെട്ടു പോകേണ്ടതില്ല. ഫിൽ ഹർരി, യുദ്ധത്തിൽ. അവർ പരസ്പരവും പറഞ്ഞു. വിശ്വാസം വളരെ വേണ്ടത്ര കണ്ട് കരുത്തില്ലാത്ത സാധുക്കളായ ആൾക്കാർ ചിലരെങ്കിലും അതിൽ പെടുകയും ചെയ്തിട്ടുണ്ടാകും. അവർ പ്രചരിപ്പിച്ചതാണ് ലാ തംഫിറു ഫിൽ ഹർരി, ഇത്തരത്തിൽ ചൂടിൽ നിങ്ങൾ പോകരുത്. കൊൽ നബി അങ്ങ് പറയണം, നാറു ജഹന്നമ അശദ്ദു ഹർറ, നാറു ജഹന്നം, നരകത്തിൻ്റെ തീ, അശദ്ദു ഏറ്റവും കഠിനമാണ്, ഹർറൻ ചൂടിനാൽ. യൗകാനു യഫ്ഖഹൂൻ, അവർ കാര്യങ്ങൾ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ. നാറു ജഹന്നമാണ് ഏറ്റവും കടുത്ത ചൂട് എന്നവർ ഗ്രഹിക്കുകയും യുദ്ധത്തിന് പുറപ്പെടുകയാണ് ഉത്തമം എന്നവർ മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് ഉത്തമം എന്നർത്ഥം. അള്ളാഹു നരകത്തിയിൽ നിന്ന്, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൽ ഉണരേണ്ട വികാരം അതാണ്. കാപട്യത്തിൻ്റെ ലക്ഷണം എന്നിലുണ്ടാകുന്നുണ്ടോ? നരകത്തെ സംബന്ധിച്ചുള്ള പേടി എൻ്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടോ? നരകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളെല്ലായ്പ്പോഴും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക. ഫൽയദ്ഹകൂ ഖലീലൻ, കുറച്ച് ചിരിച്ചാൽ മതി. വല്ലാതെ ചിരിച്ച് മതിച്ച് ആഹ്ലാദിച്ച് അർമാദിച്ച് നടക്കേണ്ടവർ. ഫൽയദ്ഹകൂ ഖലീലൻ, അല്പം ചിരിക്കട്ടെ അവർ. വൽയബ്കൂ, അവർ കരയട്ടെ. കസീറൻ, ധാരാളമായിട്ട്. കാരണം കരയാനുള്ള അവസരമാണ് ഇനി അവർക്ക് വരാനുള്ളത്. അത്തരത്തിലുള്ളൊരു ദുരിതത്തിലേക്കാണ്, ദുര്യോഗത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ദുനിയാവിൽ തന്നെ അവർ വഷളാക്കപ്പെടാൻ പോവുകയാണ്. രണ്ടാമത്തേത്, അവരെ പരലോക ശിക്ഷ, ആ ശിക്ഷ അവർക്ക് ഉള്ളതാണ്, അതവർക്ക് ഉറപ്പിക്കപ്പെട്ടതാണ്. അത്തരം ആൾക്കാർ വല്ലാതെ ചിരിക്കാൻ കഴിയില്ല, വല്ലാതെ ചിരിക്കാൻ പോകണ്ട. ഈ ചിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ട്, അമിതമായ ചിരി മനസ്സിനെ മരിപ്പിക്കും. അതുകൊണ്ട് വിശ്വാസികൾക്ക് അല്പേ ചിരിക്കാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിച്ചിരിക്കൂലല്ലോ, അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കുക ചെയ്യുക.
വളരെ അപൂർവമാണ് അദ്ദേഹത്തിൻ്റെ പല്ല് പുറത്ത് കാണാൻ ചിരിക്കുമ്പോൾ. പല്ല് കാണുവോളം ചിരിച്ചു എന്ന് അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാകുമ്പോൾ സഹാബികൾ പറയും. സാധാരണഗതിയിൽ അദ്ദേഹം പല്ല് കാണിച്ച് ഒച്ച ഉണ്ടാക്കി പൊട്ടിച്ചിരിക്കൂല, അത് മനസ്സിനെ മരവിപ്പിക്കും. അപ്പോൾ അതും നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അമിതമായിട്ടുള്ള ചിരിയും അമിതമായിട്ടുള്ള ഉർമാദവും ആഹ്ലാദവും ഒന്നും വിശ്വാസികൾക്ക് ചേർന്നത്. എന്നാൽ ചിരിച്ചൂടാ, തമാശ പറഞ്ഞൂടാ, ആസ്വദിച്ചുകൂടാ എന്നൊന്നും പറഞ്ഞതിന് അർത്ഥമല്ല. ഫൽയൽഹഖു ഖലീലൻ, അല്പം അവ ചിരിക്കട്ടെ. വൽയബ്കു കസീറൻ, ബുക്കാതെ കരച്ചിൽ, ലഹക്ക് എന്ന ചിരി, കസീറൻ ധാരാളമായി കരയട്ടെ. എന്തിനായി ധാരാളമായി കരയട്ടെ എന്ന് പറഞ്ഞാൽ നരക ശിക്ഷ അവർക്ക് തീരുമാനമായിരിക്കുന്നു. ഇനി അവർക്ക് കരയല്ലാതെ എങ്ങനെ ചിരിക്കാൻ കഴിയുക നരകത്തെക്കുറിച്ച് ഓർത്താൽ? ജസാഅൻ, അത് ജസാഅൻ പ്രതിഫലമാണ്. ബിമാ കാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചതിൻ്റെ. എന്ന് വെച്ചാൽ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട്, അവരുടെ അള്ളാഹു അവരെ ഉപദ്രവിച്ചതൊന്നുമല്ല, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് അവർ അവരുടെ അക്കൗണ്ടിൽ വരവ് വെച്ചത് നരകത്തിലേക്ക് എത്തിച്ചേരുന്ന കർമ്മ നിലപാടുകളാണ്, കർമ്മനയ നിലപാടുകളാണ്. അതുകൊണ്ട് അവർക്ക് ഇനി ചിരിക്കാൻ വകുപ്പില്ല, അവർ കരയണം, കരഞ്ഞുകൊള്ളട്ടെ. അത് വിശ്വാസികളല്ല, അവരോടുള്ള ഒരു താക്കീതാണ്, വിശ്വാസികളെയും ഒരു ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. ഫരിഹൽ മുഖല്ലഫൂന, മുഖല്ലഫൂൻ എന്ന് പറഞ്ഞാരാണ്? പിന്തി നിന്നവർ, മാറി നിന്നവർ. ബിമഖ്അദിഹിം, അവരുടെ സ്ഥാനം കൊണ്ട്, അവരുടെ ഇരിപ്പ് കൊണ്ട് അവർ സന്തോഷിച്ചു. ഖിലാഫ റസൂലില്ലാഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ യുദ്ധത്തിന് പുറപ്പെടാതെ അലസരായിരുന്നതിൽ അവർ സന്തോഷിക്കുന്നു. വകരിഹു യുജാഹിദു ബി അംവാലിഹിം അൻഫുസിഹിം, അവരുടെ ദേഹങ്ങൾ കൊണ്ടും അവരുടെ മുതലുകൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നതിനെ അവർ വെറുക്കുകയും ചെയ്തു. ഫി സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. വഖാലു, അതിന് അവർ പറഞ്ഞ ന്യായം, ലാ തംഫിറു ഫിൽ ഹർരി, ഈ ചൂടാണ്, പുറപ്പെടണ്ട, വല്ലാത്ത ചൂടാണ്. ലാ തംഫിറു, നിങ്ങൾ യുദ്ധത്തിന് വരുമ്പോട്ട് ഇറങ്ങിപ്പോകണ്ട. ഫിൽ ഹർരി, യുദ്ധത്തിന്, ചൂടിൽ, ചൂട് കാലമായതുകൊണ്ട്, അല്ലെങ്കിൽ ചൂടിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്. ഖുൽ, നബി അങ്ങ് അവരോട് പറയണം, ഇതൊന്നുമല്ല ചൂട്. നാറു ജഹന്നം അശദ്ദു ഹർറ, നരകത്തിൻ്റെ തീയുണ്ടല്ലോ, അതാണ് കഠിനമായ കടുത്ത ചൂട്. ഇതൊന്നൊരു ചൂടല്ല. അപ്പോൾ ആ നരകത്തിൻ്റെ ചൂടിൽ നിന്ന് നിങ്ങൾക്ക്, നരകത്തീയിൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ ഈ അല്പം ചൂട് നിങ്ങൾ സഹിച്ചേ പറ്റൂ. അതിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നരകത്തീ കടുത്തതായിരിക്കും, അതിലേക്കാണ് നിങ്ങളുടെ ചെന്നു ചേരൽ എന്ന് നിങ്ങൾ ഓർക്കണം എന്നൊരു ഭീഷണിയാണത്. ലൗ കാനു യഫ്ഖഹൂൻ, ഫിഖ്ഹ്, ഫിഖ്ഹ് എന്ന ഗ്രഹിക്കൽ എന്നാണ്. ലൗ കാനു യഫ്ഖഹൂൻ, അവർ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതാകുമായിരുന്നു അവർക്ക് ഉത്തമം. ഇക്കാര്യം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ എന്നർത്ഥം. ഏത് നരകത്തീയിലേക്കാണ് ഞങ്ങളുടെ പോക്ക്, അതാവട്ടെ പകലിലെ ചൂടിനേക്കാൾ, ദുനിയാവിലെ ചൂടിനേക്കാൾ അതികഠിനമായിരിക്കും. നരകച്ചൂടിനെ സംബന്ധിച്ചൊക്കെ ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാലോ. ഫൽയദ്ഹഖു ഖലീലൻ, ആയതിനാൽ അവർ അല്പം ചിരിക്കട്ടെ. വൽയബ്കു കസീറ, ഒരുപാട് കരഞ്ഞുകൊള്ളട്ടെ. ജസാഅൻ ബിമാ കാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചതിൻ്റെ ഫലമായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളുടെ മക്കളെയും നമ്മുടെ പേരക്കുട്ടികളെയും നമ്മളുമായി മരുമക്കളെയും നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തിട്ടുള്ള, നമ്മളുമായി ബന്ധമുള്ള എല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار، إنها بئس الدار وبئس المثوى وبئس القرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، والحمد لله رب العالمين.